ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെമ്മിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഹെമ്മിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിലും സ്ലീവിൻ്റെ താഴെയൊക്കെ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുമല്ലോ, ആ സ്റ്റിച്ചിൻ്റെ പേരാണ് ഹെമ്മിങ് സ്റ്റിച്ച്. അപ്പോൾ ആ സ്റ്റിച്ച് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങളൊരു ക്ലോത്ത് എടുക്കണം. കോട്ടൺ ക്ലോത്ത് വേണം എടുക്കാൻ. അതുപോലെ അതൊന്ന് ലൈറ്റ് കളറിലുള്ള ക്ലോത്ത് വേണം നിങ്ങൾ എടുക്കാൻ. എന്നിട്ട് ആ ക്ലോത്തിനെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഒരു സ്ക്വയറിൽ നമുക്ക് 10 ഇഞ്ച് വെച്ച് ഒരു സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ലൈനിങ് ക്ലോത്ത് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ ക്ലോത്തുകളിലൊന്നും നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബിഗിനേഴ്സിന് ഉറപ്പായിട്ട് നിങ്ങൾ കോട്ടൺ ക്ലോത്തിന് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ ടേപ്പ് നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ബാക്ക് വശത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ട് കൊടുത്തിട്ടുള്ളത് സെൻറ്റിമീറ്ററാണ്. ഇത് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചാണ്. അപ്പം ഞാൻ ഇഞ്ച് വെച്ചിട്ടാണ് 10 ഇഞ്ച് അങ്ങനെ ഞാൻ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തത്. ഈ ഇഞ്ച് 1, 2, 3 എന്ന് കൊടുത്തിട്ട് അത് അത്രയും 1 ഇഞ്ച്. ആ 1നും 2നും ഇടയ്ക്ക് ഒരു കുറച്ച് തിക്കായിട്ടൊരു സെൻറ്ററിലൊരു ലൈൻ കാണും. അതുവരയ്ക്കും പകുതിയാണ്, 1/2 ഇഞ്ചാണ്. അതിൻ്റെയും ആ 1/2-ൻ്റെയും സെൻറ്ററിൽ ഇടയ്ക്കൊരു കുഞ്ഞു ലൈൻ കാണും, അത് 1/4 ഇഞ്ചാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ത്രെഡ് എടുക്കാം. നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേ സെയിം കളർ ത്രെഡ് വേണം എടുക്കാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 സ്ട്രാൻഡ്സിൽ വേണം നമ്മൾ നൂലെടുക്കാൻ വേണ്ടിയിട്ട്. 2 സ്ട്രാൻഡ്സ് അങ്ങനെ വെച്ചിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ട് കണ്ടോ, ഇതെങ്ങനെ എടുക്കണം, അതായത് ആ ഫിംഗറിൽ ഇതെങ്ങനെ ക്രോസായിട്ട് എടുത്തതിന് ശേഷം ഈ പെരുവിരൽ കൊണ്ട് അറ്റത്തിരിക്കുന്ന ആ തുമ്പിന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് പിടിച്ച് ഒന്ന് വലിക്കുമ്പോൾ ഒരു നോട്ട് കിട്ടും. ഇതാ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ത്രെഡിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുത്തതിന് ശേഷം പെരുവിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അങ്ങനെ ഒന്ന് പിടിച്ചിളുക്കുമ്പോൾ നമുക്ക് നോട്ട് കിട്ടും. ഇനി നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഈ ക്ലോത്തിൻ്റെ ഒരു എൻഡ് ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിന് ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വിടണം. കോട്ടൺ ക്ലോത്താണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ നിന്നോളും. ഇല്ലെങ്കിൽ അത് കുറച്ച് കഷ്ടമാണ്. എന്നിട്ട് വീണ്ടും ഒരു ഫോൾഡ് കൂടെ അതുപോലെ 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ബിഗിനേഴ്സിന് ഈ പഠിക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ 1/2 ഇഞ്ച് വെച്ചിട്ട് തന്നെ നിങ്ങളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഇത്രയും ആവശ്യമില്ല, ചെറുത് മതിയാവും. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗം ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ വശമാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. പക്ഷേ നമ്മൾ ബാക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു എൻഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ക്ലോത്തിൻ്റെ ഈ എൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആദ്യം ഈ ക്ലോത്തിൻ്റെ താഴത്തെ പീസിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വിട്ടിരിക്കുന്നില്ലേ, അതിൻ്റെ പുറത്തുകൂടി എടുക്കണം. ഇതാ നോക്കിക്കോ, താഴെ ഇരിക്കുന്ന ആ ക്ലോത്തിൽ വേണം ആദ്യം അകത്തോട്ട് കുത്തിയിട്ട് മുകൾ ഭാഗം എടുക്കുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ആ പീസിലോട്ട് എടുക്കണം. ഒന്നുകൂടി നോക്കിക്കോളൂ. ഈ ക്ലോത്തിൻ്റെ നമ്മൾ മടക്കിയതിൻ്റെ താഴത്തെ ആ ക്ലോത്തിൽ കുത്തി മടക്കി വെച്ചിരിക്കുന്ന ആ പ്ലേസിലോട്ട് എടുക്കണം. എന്നിട്ട് നിങ്ങളിതുപോലെ ഈ ത്രെഡിനെ ഒന്ന് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം വലിച്ചെടുക്കാൻ. അതുപോലെ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നീഡിലിനെ ഇങ്ങനെ മുകളിൽ എടുത്തതിന് ശേഷം ഈ ത്രെഡിനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ സൂചി ആദ്യം താഴെ നിന്ന് കുത്തി മുകളിലോട്ട് എടുത്തതിന് ശേഷം ഈ ത്രെഡിനെ ഇങ്ങനെയും ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തെ വശം നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായ വശം, അതായത് ശരിയായിട്ടുള്ള വശം. അതിൽ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതുപോലെ നമുക്ക് അങ്ങ് അറ്റം വരെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ത്രെഡിനെ നിങ്ങളിതുപോലെ മുകളിലോട്ട് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എൻഡിലോട്ട് ഇടാം, അല്ലെങ്കിൽ അപ്പുറത്ത് എൻഡായാലും കുഴപ്പമില്ല, അതിങ്ങനെ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ നൂലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല നീളത്തിലൊന്നും നൂലെടുക്കാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ അതങ്ങ് കുരുങ്ങിപ്പോകും. നിങ്ങൾ ആദ്യം ഇതുപോലെ കുറച്ച് നൂലെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അത് കഴിഞ്ഞ് കുറച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം കുറച്ച് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നൂല് തീരുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ
ഇതാദ്യം ഇങ്ങനെ ഒന്ന് നൂലെടുത്തതിന് ശേഷം ഇത് 3 പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നൂലിൻ്റെ പുറത്ത് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും നൂലെടുത്തതിന് ശേഷം നോട്ട് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് പഴയതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ സ്റ്റിച്ചിനിടയ്ക്കും 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സൈഡ് ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് നോട്ടിട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. നോട്ടിടുമ്പോൾ ഇങ്ങനെ സൂചി കുത്തിയെടുത്തതിന് ശേഷം നൂലെടുത്ത് ആ സൂചിയുടെ പുറത്ത് ഒരു 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. നിങ്ങൾക്കപ്പോൾ അവിടെ ഒരു നോട്ട് വീഴും. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ കുഞ്ഞു ഡോട്ട്സാണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് ഇതുപോലെ 1/2 ഇഞ്ചിന് 2 പ്രാവശ്യം മടക്കിയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ അത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഞാൻ എങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഇടത്തെ കൈയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ക്ലോത്തിൻ്റെ അടിഭാഗത്ത് ഇതെങ്ങനെ വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അതായത് ഈ പെരുവിരലും അതിൻ്റെ അടുത്തുള്ള വിരൽ മാത്രം മുകൾ ഭാഗത്തും ബാക്കി 3 അടിഭാഗത്തുമാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അതായത് ഈ പെരുവിരലിൻ്റെ അടുത്തുള്ള വിരലും ആ നടുവിരലും കൂടി ചേർത്തിട്ട് അടുത്തടുത്ത് വേണം ഇരിക്കാൻ. ബാക്കി 3 വിരലും ഒരിടത്തിരിക്കണം. കണ്ടല്ലോ, ഇങ്ങനെ വച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും എളുപ്പമാണ്. നിങ്ങൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും എങ്ങനെയാണ് പിടിക്കണം എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ സ്റ്റിച്ച് ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾ 4 സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി നമുക്കിത് നോട്ടിട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് നോക്കുക. അപ്പുറത്തെ സൈഡാണ് നമുക്ക് ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ കുഞ്ഞു ഡോട്ട്സുകളാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഈ ഹെമ്മിങ് സ്റ്റിച്ചാണെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിലും അതുപോലെ ഈ സ്ലീവിലുമാണ് യൂസ് ആകുന്നത്. ബ്ലൗസിൻ്റെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ സ്ലീവിലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കും. ആ ഭാഗത്ത് നിങ്ങൾക്ക് ഹെമ്മിങ് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതുപോലെ ബ്ലൗസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ബ്ലൗസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ന്യൂ ബ്ലൗസ് നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലേ? നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ന്യൂ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടത്തില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലൗസസ് കാണും, അതുപോലെ അമ്മ ഒക്കെ യൂസ് ചെയ്യുന്ന ബ്ലൗസസ് കാണും. ആ ബ്ലൗസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ, അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പിരിഞ്ഞിട്ടുണ്ടാകും. ആ ഭാഗമെല്ലാം നിങ്ങളിതുപോലെ ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൗസും ശരിയാകും, നമ്മുടെ സ്റ്റിച്ചിങ്ങും പ്രാക്ടീസ് ആകും. നമ്മുടെ ഏത് ക്ലോത്ത് എടുക്കുന്നോ അതേ കളറിൽ വേണം നിങ്ങൾ ത്രെഡ് എടുക്കുക. ഞാനിവിടെ ഒരു സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിട്ടുള്ളത്, ഒന്നായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ മടക്കിയതിന് ശേഷം ഇവിടെ ഒരു ചെറിയ പാർട്ട് കാണുമല്ലേ, അവിടെ ആദ്യം ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പാർട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. നമ്മൾ പഠിച്ച അതേ ഹെമ്മിങ് സ്റ്റിച്ച് തന്നെയാണ് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നത്. സെയിം കളർ ത്രെഡ് ആയതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് അതേ സ്റ്റിച്ച് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് ബ്ലൗസ് ഇതുപോലെ പിരിഞ്ഞിരിക്കുന്ന എല്ലാ ബ്ലൗസുകളും നിങ്ങളിതുപോലെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ സ്ലീവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഇതുപോലെ നമുക്ക് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ച് ഇങ്ങേന്ന് നീക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്ലീവിലും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഓൾഡ് ബ്ലൗസ് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലും ഇതുപോലെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം വേണം നിങ്ങളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ ഹെമ്മിങ് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സൈഡാണ്, അതായത് റോങ് പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.